ഇത് ഞങ്ങളുടെ വക കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കട്ടെ. കട കാണുമ്പോൾ നിറയെ സാധനങ്ങളുണ്ട്. പിള്ളേരൊക്കെ വരുന്ന സ്ഥലമാണോ? അതാ ഞാൻ സ്കൂളിൻ്റെ സൈഡാന്ന് വെച്ചിട്ടാണ് മുട്ടായി ഒക്കെ മേടിച്ച് വെച്ചാൽ അതുകൊണ്ടാണ് പിള്ളേരൊക്കെ വരുവാണെങ്കിൽ. അപ്പോൾ ഇനി മുതൽ ചേച്ചിയുടെ കട ഉഷാറാണ്. എല്ലാവരും ഇതുവഴി വരുമ്പോൾ ഒന്ന് നിർത്തണം. ഒരു പാക്കറ്റ് മിഠായിയോ അല്ലെങ്കിൽ വെള്ളമോ എന്നതേലും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എന്നതേലും മേടിച്ചേച്ചും പോകണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിൽ വേണം ഇനി മുന്നോട്ടേക്ക് പോവാൻ. നമുക്കിവിടെ തൂക്കിയിടാം അല്ലേ? അല്ലെങ്കിൽ ഈ കമ്പി കൂടെ തൂക്കിയിടാം അല്ലേ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയാ പട്ടണക്കാട് എന്നാണ്. പട്ടണക്കാട് നിന്ന് നമ്മൾ ശൈലജ ചേച്ചിയുടെ വീഡിയോ ഒരു 1.5 മാസം മുന്നേ ഇട്ടായിരുന്നു. ചേച്ചിക്ക് പെരിഫറൽ ന്യൂറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ എണീറ്റ് നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്ന കണ്ടീഷനിലല്ല. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ച് അച്ചാറുണ്ടാക്കി വിട്ടിട്ടായാലും ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കസേരയിലിരുന്നും പിടിച്ചു നിന്നും ഒക്കെ ആയിട്ട് ചേച്ചി കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി. ആ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് നല്ല സപ്പോർട്ടായിരുന്നു. അച്ചാറ് മേടിച്ച് സഹായിക്കുന്നവർ അങ്ങനെ സഹായിച്ചു, അതല്ലാതെ സാമ്പത്തികമായിട്ട് ചെറിയ സഹായങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഉഷാറാണ്. അപ്പൊ അന്ന് കട ഇരുന്ന സ്ഥലത്തുനിന്ന് അന്ന് റോഡ് സൈഡിലായിരുന്നില്ല, കുറച്ച് ഉള്ളിലേക്ക് ആയിരുന്നില്ല. ഇപ്പൊ കട റോഡ് സൈഡിലേക്ക് മാറ്റി. ഇവിടെ AVM തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ അച്ചാറ് മാത്രമല്ല, കുറച്ച് വെള്ളം, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിശേഷങ്ങളൊന്നും പറയണം. അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയി, അച്ചാറിന്റെ കച്ചവടമൊക്കെ ഉഷാറായി കഴിയുമ്പോൾ ഒന്നും കൂടെ വന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് കൊടുക്കും. അങ്ങനെ വീണ്ടും ഇതേ വന്നേക്കുക. കടയിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. അതൊക്കെ ആയിട്ട് ഞാൻ ഇന്നിങ്ങ് പോന്നു രാവിലെ തന്നെ. അപ്പൊ അതാ കുറച്ച് സാധനങ്ങളൊക്കെ അന്നത്തെക്കാളും അന്ന് നമ്മൾക്ക് കാണിക്കാൻ മാങ്ങയും പിന്നെ കക്ക അച്ചാറും മാത്രമല്ലായിരുന്നു. ഇപ്പോൾ അതേ കക്ക അച്ചാറുണ്ട്. ഇതാണെങ്കിൽ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കൊണ്ടാട്ടം മുളകും പിന്നെ ഈന്തപ്പഴവും കൂടെ ചേർത്ത ഒരച്ചാറ്. പിന്നെ എന്താ മാങ്ങയുടെ ഇങ്ങനെ പാക്കറ്റായിട്ടും ഉണ്ട്. പിന്നെ മീനച്ചാറ് അല്ലേ ചേച്ചി? ഇത് ചൂര അച്ചാറ്. അതുകൂടാതെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. ക്യാരറ്റ്, മാങ്ങ, പിന്നെ അതെന്തായിരുന്നു, നെല്ലിക്കയും കുക്കുംബർ ഒക്കെ ഉപ്പിലിട്ട് വെച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ. പിന്നെ അതുകൂടാതെ കുടിവെള്ളം, ചെറിയ തരം മറ്റേ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ബിസ്ക്കറ്റ്, ഇങ്ങനെ കുറച്ച് ഐറ്റംസ്. ഒരുപാട് വിപുലീകരിച്ചില്ല, കാരണം പറ്റുന്ന പോലെ. ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഷെഡ് കെട്ടാനുള്ള ഒരു കാര്യം ഒന്ന് നോക്കണം. കാരണം മഴ വലിയൊരു ശല്യമാണ്. ചേച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവിടെ നിന്ന് ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയാൽ ഒരു മഴ വന്നാൽ ഒന്ന് തനിയെ എണീറ്റ് ഇപ്പുറത്തോട്ട് മാറാൻ പറ്റില്ല. അല്ലെങ്കിൽ റോഡിൽ കൂടെ വരുന്ന ആരെങ്കിലും സഹായം വേണം ഒന്ന് എണീപ്പിച്ച് മാറ്റണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടെങ്കിൽ ചേച്ചി അതിനകത്ത് ഇരുന്നോളുമല്ലോ, മഴ വന്നാലും നനയാതെ ഇരിക്കുമല്ലോ. അതിനുള്ളൊരു കാര്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഞങ്ങളുടെ വക കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കട്ടെ. കട കാണുമ്പോൾ നിറയെ സാധനങ്ങളുണ്ട്. പിള്ളേരൊക്കെ വരുന്ന സ്ഥലമാണോ? അതാ ഞാൻ സ്കൂളിൻ്റെ സൈഡാന്ന് വെച്ചിട്ടാണ് മുട്ടായി ഒക്കെ മേടിച്ച് വെച്ചാൽ അതുകൊണ്ടാണ് പിള്ളേരൊക്കെ വരുവാണെങ്കിൽ. അപ്പോൾ ഇനി മുതൽ ചേച്ചിയുടെ കട ഉഷാറാണ്. എല്ലാവരും ഇതുവഴി വരുമ്പോൾ ഒന്ന് നിർത്തണം. ഒരു പാക്കറ്റ് മിഠായിയോ അല്ലെങ്കിൽ വെള്ളമോ എന്നതേലും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എന്നതേലും മേടിച്ചേച്ചും പോകണം. കാരണം നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിൽ വേണം ഇനി മുന്നോട്ടേക്ക് പോവാൻ. അങ്ങനെ വീഡിയോ പോയിട്ട് പിന്നെ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? ടീച്ചറിൻ്റെ വീഡിയോ പോയിട്ട് ഒരുപാട് പേരെന്നെ ഫോണിലൂടെ വിളിച്ച്, അറിയാൻ മേലാത്ത ഒരുപാട് സഹോദരന്മാരെന്നെ വിളിച്ച് അത്യാവശ്യം നമ്മുടെ അച്ചാറ് നല്ല രീതിയിൽ സെയിലാവുന്നുണ്ട്. ഇനിയും ടീച്ചറിൻ്റെ വീഡിയോ വരുമ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ആൾക്കാർ വിളിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവിടെ എന്തോരം ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നതാണ്, ടീച്ചറിൻ്റെ വീഡിയോ കാണുന്നത്. എല്ലാവരും ഓരോ അച്ചാറ് മേടിച്ചാൽ മതി, ഞാൻ രക്ഷപ്പെടും ടീച്ചറെ. പുറമേ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുമുണ്ട്. പിന്നെ എനിക്ക് ഓർഡർ കിട്ടുന്നുമുണ്ട്. പറ്റിയോ ചേച്ചിനെ കൊണ്ടെല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം നമ്മൾ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ കട നമ്മളിപ്പോ ഇച്ചിരി ഇങ്ങോട്ട് മാറി അല്ലേ? ഇപ്പൊ ഹൈവേ സൈഡാക്കി. ഇത് പിന്നെ
CMS, പുതിയകാവ് CMS, പട്ടണക്കാട് മൊത്തത്തിലുള്ള ലൊക്കേഷൻ. പിന്നെ അത് സിനിമാ തിയേറ്ററാണ് AVM. എത്ര മണിക്ക് ഇവിടെ എത്തും? ഇവിടെ രാവിലെ 9-9:30 ആകുമ്പോഴത്തേക്ക് വരും. ചേച്ചിയുടെ ഭക്ഷണമൊക്കെ? ഭക്ഷണം ആ സമയത്ത് കൊണ്ടുവരുമോ? വീട്ടിൽ നിന്ന് രാവിലെ ഉള്ളത് കഴിച്ചിട്ട് പോരും. പിന്നെ ഉച്ചയ്ക്കുള്ളത് തന്നെ ഒരു ശരിയല്ലേ. ഞാൻ കണ്ടേച്ച് പോയേക്കായ ക്ഷീണമായി. ഇപ്പോൾ ഒരു മാസം മുന്നേ ഞാൻ വന്നിട്ട് പോയി, അന്നത്തേക്കായ ക്ഷീണിച്ചു. ഇതൊന്നും നല്ല രീതിയിൽ നമ്മുടെ അച്ചാർ ബിസിനസ് നല്ല രീതിയിൽ പോയാൽ തന്നെ നമുക്ക് അത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, എന്തോരം ആൾക്കാര് വിളിച്ചോ ആരെങ്കിലും അച്ചാർ കിട്ടിയിട്ട് അച്ചാർ കിട്ടിയെന്നും പറഞ്ഞ് നല്ല നല്ല അഭിപ്രായം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുറത്തുനിന്നൊക്കെ ഓർഡർ എനിക്ക് വന്നു. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും കൂടുതലും എനിക്ക് പുറത്തുനിന്നാണ് കൂടുതലും കിട്ടിയത്. നല്ല രീതിയിൽ എനിക്ക് ഇട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വരട്ടെ. എല്ലാം ടീച്ചറിന്റെ ഒരു ഒറ്റ ഇതാണ്, ഈ ഒരു വീഡിയോയുടെ ഇതാണ്. ഇനി ആളുകൾ അന്വേഷിച്ച് വരട്ടെ. ഇപ്പൊ ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലോ, ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് കട കാണാനും വരാനും പോകാനും ഒക്കെ എളുപ്പമാണ്. മറ്റേന്ന് വെച്ചാൽ ഉള്ളിലോട്ട് വീട്ടിലോട്ട് വരണം. റോഡ് സൈഡിൽ നിന്ന് ഇച്ചിരി മാറിയിട്ടല്ലായിരുന്നോ? കുഴപ്പമില്ല. നമുക്കിപ്പോ കക്കാറച്ചി അച്ചാറുണ്ട്, കൊണ്ടാട്ടമുളക് ഈന്തപ്പഴത്തിന്റെ ഉണ്ട്, പിന്നെ ചൂര ഉണ്ട്, ബീഫുണ്ട്. പിന്നെ പറയണത് നെല്ലിക്ക നാരങ്ങയൊക്കെ നമ്മൾ പറയണത് ഏറ്റവും കൂടുതലും നമുക്ക് കക്കാറച്ചിയാണ്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല അഭിപ്രായം. ഇപ്പൊ പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള പോലെ ഉണ്ട്. എന്തായാലും ചേച്ചിക്ക് പറ്റാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഒരു ചായയും ഒരു തട്ട് ഞാൻ സെറ്റ് ചെയ്ത് തന്നെ. പക്ഷെ നിന്ന് ചായ അടിക്കാനോ ഒന്നും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറ്റൂല. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരാളെ നിർത്തേണ്ടി വരും. അല്ലാതെ ചേച്ചിനെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ അത് ആലോചിച്ചേനെ, ഒരു ചെറിയ തട്ടിട്ടിട്ട് വേറെ ഒന്നും വേണ്ട, ചായയും വടയും കൂടെ മതി. കഞ്ഞിയായിട്ട് ഉണ്ടാക്കി. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവക്ക് വർക്ക് കിട്ടി അത് കളഞ്ഞിട്ട് നിക്കാൻ പറ്റൂലല്ലോ ചേച്ചി. വല്ലപ്പോഴും അതിന്റെ ഒരു ആഗ്രഹത്തിന് അത് പഠിച്ചതാ, അത് കളഞ്ഞേച്ചും ഇവിടെ നിക്കാൻ പറയാൻ പറ്റൂല. വെച്ചോണ്ട് വന്നിട്ട് ഞാനന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, കാരണം മാറ്റം വരും, കാര്യങ്ങൾ ഇതാവും ചേച്ചി വിചാരിച്ച പോലെ അല്ല. ഞാൻ എന്നിട്ട് ചോദിച്ചു, ഇത്രയും അച്ചാറൊക്കെ ഓർഡർ വന്ന ചേച്ചിനെ കൊണ്ട് പറ്റുമോ എന്നും കൂടെ ഞാൻ ചോദിച്ചേച്ചും പോയി. അപ്പൊ എനിക്കതൊരു നല്ല പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേച്ചു പോയെ. അപ്പോൾ അതേ NH-ന്റെ സൈഡിൽ തന്നെയാണ് ചേച്ചി ഇരിക്കുന്നത്. എവിടെ അന്വേഷിച്ച് പോകാനൊന്നുമില്ല. നിങ്ങൾ ആലപ്പുഴ ചേർത്തല വഴിയൊക്കെ യാത്ര ചെയ്യണവരാണെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യം ഇല്ലെങ്കിലും ഒരച്ചാർ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം മേടിക്കാനായിട്ട് ഇവിടെ ഒന്ന് വണ്ടി നിർത്തി എന്ന് വെച്ചിട്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്കൊരു പുണ്യം മാത്രമേ കിട്ടുള്ളൂ. കാരണം അത്രയും അവശതയിൽ കട്ടിലിൽ കിടന്നു പോയ ഒരാളാണ് അവിടെ നിന്ന് എണീറ്റ് അവനവന് പറ്റുന്നത് പോലെ. ഇതിനപ്പുറം വേറെ ഒന്നും ഇനി ചേച്ചിക്ക് ചെയ്യാനില്ല. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് രാവിലെ മുതൽ ഈ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ ഇവിടെ കൊണ്ടുപോയി കസേരയിൽ ഇവിടെ നിന്ന് എണീറ്റ് ഒന്ന് അപ്പുറത്തോട്ട് മാറണമെങ്കിൽ ഒരാളെ കൈസഹായം വേണം. എന്നാലും ഇവിടെ ഇരിക്കുക നേരം വെളിച്ചാവുമ്പോൾ തുടങ്ങി. അപ്പോൾ ഒരു 500 രൂപയുടെ കച്ചവടമെങ്കിലും ഒരു ദിവസം നടന്നാലേ എന്തെങ്കിലും ആ ഇരിപ്പെങ്കിലും മുതലാവുള്ളൂ. ഒരുപാട് ആളുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തു, ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അച്ചാർ മേടിച്ചു എന്ന് പറഞ്ഞു. അതും പുറത്തുനിന്നൊക്കെ US-ന്നും UK-ന്നും ഒക്കെയുള്ള ആളുകൾ അവരുടെ ചേച്ചിക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് അവരവരുടെ ബന്ധുക്കളെ ഏർപ്പാട് ചെയ്ത് ഇവിടെ നിന്ന് മേടിച്ച് അവരയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് സഹായം ചെയ്തു തന്നായിരുന്നു. തുടർന്നും ഉണ്ടാവണം. ചേച്ചി ഇവിടെ അച്ചാർ മാത്രമല്ല, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ചേച്ചി ഇവിടെ കാണും. ഒരു ഷെഡ് വെക്കുന്ന കാര്യം അതൊന്ന് ആലോചിക്കണം. അതും കൂടെ ഒന്ന് മഴക്കാലമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. നോക്കട്ടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേന്നുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ നേരത്തെ പോലെ തന്നെ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അച്ചാർ ആവശ്യമുള്ള ആളുകൾ ഓർഡർ ചെയ്യുക. അർഹതപ്പെട്ട ആളുകളെ കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാറുള്ളൂ. അത്രയും അർഹതപ്പെട്ട ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ മുന്നോട്ടേക്ക് ജീവിച്ചു പോകും. അതാണ് ഏറ്റവും വലിയ കാര്യം. ചികിത്സയുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പതുക്കെ എനിക്ക് തോന്നുന്നു കുറേശ്ശെയൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ ചേച്ചി? കുറേയൊക്കെ ചേച്ചിക്ക് ക്ഷീണമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, കട്ടിയാഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല. അതിൻ്റെ ഭാഗമായിട്ട് ശരീരം മോശമാണ്. പക്ഷെ എങ്കിലും ആ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടിയൊക്കെ ചേച്ചിക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നന്നായി ചികിത്സയൊക്കെ പോയാൽ 1-2 വർഷത്തിൻ്റെ ഇടയിൽ ചേച്ചി ഒരു പക്ഷേ എണീറ്റ് ആരുടെ സഹായം ഇല്ലാത്ത രീതിയിൽ നടന്നേക്കും. അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ഉറപ്പായിട്ടും ചേച്ചീനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ പട്ടണക്കാട് പുതിയകാവിലാണ് ചേച്ചി ഇരിക്കുന്നത് ഈ കടയായിട്ട്. തൊട്ട് ഓപ്പോസിറ്റ് KFC ഉണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് AVM തിയേറ്റർ ഉണ്ട്, കുറച്ചിതേ മുന്നിലോട്ട് മാറിയ ബിഷപ്പ് മൂർ സ്കൂളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് നല്ലൊരു സെൻറ്ററിലായിരിക്കുന്നത്. വണ്ടിയൊക്കെ കൊണ്ടുവന്നാൽ ഇഷ്ടംമാതിരി ഒതുക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നിങ്ങൾ വണ്ടിയിലൊക്കെ വരുന്നവർക്കാണെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വലിയ തിരക്ക് പിടിച്ച അങ്ങനെ ബ്ലോക്കുള്ള സ്ഥലമൊന്നുമല്ല. ഒന്ന് ചേച്ചീനെ കണ്ടാൽ ഒന്ന് വണ്ടി ഒതുക്കിയേക്കണേ. ഞാൻ പോയേക്കുവാ, കൊച്ചിൻ്റെ അടുത്ത് അന്വേഷിച്ചു എന്ന് പറയണം. അപ്പോൾ ഓക്കെ, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പോവുക, ഇനി വരുമ്പോൾ കാണാം.